എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ലെക്ചർ 4 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് സെൻട്രോയിഡ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. First of all, centroid is a point in a single point in a plane where whole area of the plane gets concentrated. സോ സെൻട്രോയിഡ് എന്ന് വെച്ചാൽ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഏരിയസും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്, അതാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. സെൻട്രോയിഡ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് പ്ലെയിൻ ഫിഗേഴ്സിൻ്റെ കേസിലാണ്. സോളിഡ് ഫിഗേഴ്സിൻ്റെ കേസിലാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ്, ഒരു സെൻട്രോയിഡിൻ്റെ ലൊക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്ലെയിൻ ഫിഗറിൻ്റെ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റ് എ ആണ്. അതിനെ നമ്മൾ ജി എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ സെൻട്രോയിഡ്. ആ സെൻട്രോയിഡ് ലൊക്കേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് വൈ ബാർ ആണ്, ആൻഡ് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് എക്സ് ബാർ ആണ് സെൻട്രോയിഡ് ലൊക്കേഷൻ വരുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എക്സ് ബാർ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് ബാർ ഈക്വൽ ടു integral x dA by a equal to integral y dA by a. ഇതിനകത്ത് എ എന്ന് പറഞ്ഞ ഏരിയ ആണ്. ഇൻറ്റഗ്രൽ എക്സ് ഡി എ ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു വൈ, ഇൻറ്റഗ്രൽ വൈ ഡി എ ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു എക്സ്. Centroid can be also defined as a point in plane area where first moment of area to any axis is 0. ഒരു ആക്സിസ് പ്ലെയിനിൽ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ആക്സിസ് ആ ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഏരിയ 0 ആയിരിക്കണം. അങ്ങനത്തെ ഒരു പോയിന്റാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് കുറച്ച് പ്ലെയിൻസിൻ്റെ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർമുലാസ് നോക്കാം. ട്രയാങ്കിളിൻ്റെ കേസിലാണെങ്കിൽ h/3 ആയിരിക്കും സെൻട്രോയിഡ് ഡിസ്റ്റൻസ്. അതിൻ്റെ ടോട്ടൽ ഹൈറ്റ് h ആണെങ്കിൽ h മൈനസ് h/3 ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലത്തെ ഹൈറ്റ് കിട്ടും 2h/3. സെമി സർക്കിളിൻ്റെ കേസിലാണെങ്കിൽ ആ രണ്ടായിട്ടുണ്ട്. സെൻട്രോയിഡ് ക്യാൻ ബി ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ഓഫ് എനി ഏരിയ. ഈ സെമി സർക്കിൾ നമുക്ക് ഡിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് 4r/3π. ഇവിടെ നോട്ട് ചെയ്യുന്ന പോയെന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു അതിൻ്റെ സെൻറ്റർ ആയിരിക്കും നമ്മൾ സെൻട്രോയിഡ് ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്. ഔട്ടർ സെമി സർക്കിളിൻ്റെ കേസിൽ 2r/π ആണ്. ഔട്ടർ സെമി സർക്കിൾ എന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ആർക്ക് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അതിൻ്റെ വാല്യൂ 2r/π ആണ്. സെയിം ഗോസ് വിത്ത് ക്വാർട്ടർ സർക്കിൾ. ക്വാർട്ടർ സർക്കിളിൻ്റെ ഇൻസൈഡ് സെൻട്രോയിഡ് 4r/3π ആണ്. അതുപോലെ തന്നെ ഔട്ട്സൈഡ് സെൻട്രോയിഡ് ഓഫ് എ ക്വാർട്ടർ സർക്കിൾ 2r/π ആണ്. ദെൻ ട്രപ്പീസോയിഡിൻ്റെ കേസിൽ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് h/3 ഇൻറ്റു 2b plus a by a plus b, ആൻഡ് ഇത്രയും സെൻട്രോയിഡ് ഡിസ്റ്റൻസ്. അതിൻ്റെ ടോട്ടൽ ഹൈറ്റ് നമുക്ക് h ആണെന്നറിയാം. സോ ആ എച്ചിന്ന് ഈ ഡിസ്റ്റൻസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ബാക്കിയുള്ള ഇത്രയും ഡിസ്റ്റൻസ് കിട്ടും. ദാറ്റ് ഈസ് h/3 ഇൻറ്റു 2a plus b by a plus b. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. Center of gravity is the point through which the entire weight of the body acts. So ഒരു സോളിഡിൻ്റെ എൻറ്റയർ വെയിറ്റ് ആക്ട് ചെയ്യണ ഒരു പോയിന്റ് ഉണ്ട്, അതിനെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിലൊരു ബോഡി എടുക്കുകയാണെങ്കിൽ അവിടെ ഈ ഒരു പോയിന്റിലാണ് എൻറ്റയർ വെയിറ്റ് ആക്ട് ചെയ്യണം. വെയിറ്റ് ആണ് W = mg. ആ ഒരു പോയിന്റാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ട്രൈ സർക്കുലർ കോണിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി h/4 ഡിസ്റ്റൻസിലായിരിക്കും അതിൻ്റെ ബേസ് ചെയ്യുന്നത്. റൈറ്റ് സർക്കുലർ ഹോളോ കോണിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി h/3 ഡിസ്റ്റൻസ് ആയിരിക്കും അതിൻ്റെ ബേസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞുള്ള സോളിഡ് സ്ട്രക്ചറിൻ്റെ കേസിലാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയാനുള്ള ടോപ്പിക് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ സിംപ്ലി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ബോഡി ടുവേർഡ്സ് റൊട്ടേഷൻ ഓർ ആംഗുലർ ആക്സലറേഷൻ. പഠിക്കാനുള്ള രണ്ട് ഇക്വേഷൻസ് ആണ്. ഫസ്റ്റ് വൺ ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ, സെക്കൻഡ് വൺ ടോർക്ക് ഇക്വേഷൻ.
ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ്റെ കേസിൽ ഒരു ബീം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൽ ബെൻഡിങ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. പല ടോക്കിൻ്റെ കേസിൽ ട്വിസ്റ്റിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത്. ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷനിൽ നമ്മൾ നോർമൽ സ്ട്രെസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പല ടോക്ക് ഇക്വേഷനിൽ നമ്മൾ ഷിയർ സ്ട്രെസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ M/I = E/R = F/Y. അതിനകത്ത് M മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്, I റെസിസ്റ്റൻസ് ടു ബെൻഡിങ് ആണ് ഡിനോട്ട് ചെയ്യണം, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ റെസിസ്റ്റൻസ് ടു ബെൻഡിങ്, E എലാസ്റ്റിക് മൊമെൻറ്റ്, R റേഡിയസ് ഓഫ് ഗൈറേഷൻ, F normal stress, Y is the distance from the neutral axis. ടോക്കിൻ്റെ കേസിലാണ് ടോക്ക് ഇക്വേഷൻ T/J = τ/R = N(θ/L). ഇത് T എന്ന് വെച്ചാൽ ടോർക്കാണ്, J പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഇറ്റ് ഗീവ്സ് ആൻ ഐഡിയ അബൌട്ട് റെസിസ്റ്റൻസ് ടു ടോർഷൻ. റെസിസ്റ്റൻസ് ടു ടോർഷൻ്റെ ഒരു ഐഡിയ തരും ഈ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ടു ഷിയർ സ്ട്രെസ്, R റേഡിയസ്, N മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്, θ ആംഗിൾ ഓഫ് ട്വിസ്റ്റും, L ലെങ്തുമാണ്. നെക്സ്റ്റ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അല്ലെങ്കിൽ സെക്കൻഡ് മൊമെൻറ്റ് ഓഫ് ഏരിയയിലെ കുറച്ച് ഇക്വേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണെങ്കിൽ അതിന് IXSൻ്റെ ഫോർമുല ഇൻ്റഗ്രൽ y² dA. അബൌട്ട് y ആക്സിസ് ആണെങ്കിൽ IYY = ഇൻ്റഗ്രൽ x² dA. ഇപ്പോൾ റെക്റ്റാങ്കിൾ സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡെപ്ത് D, ബ്രെഡ്ത്ത് B. സോ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ with respect to x-axis IGX = BDQ/12. with respect to y-axis IGY = DBQ/12 ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെ സർക്കിളിൻ്റെ കേസിൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അല്ലെങ്കിൽ സെക്കൻഡ് മൊമെൻറ്റ് ഓഫ് ഏരിയ = πd4/64. സെമി സർക്കിളിൻ്റെ കേസിൽ πd4/128 സെമി സർക്കിളിൻ്റെ കേസിൽ. ദെൻ ക്വാർട്ടർ സർക്കിളിൻ്റെ കേസിൽ πd4/256. ട്രയാങ്കിളിൻ്റെ കേസിൽ BH3/12. ട്രയാങ്കിളിൻ്റെ കേസിൽ BH3/12. ലാസ്റ്റ് വൺ, പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. Polar moment of inertia is the moment of inertia about the third axis, that is Z axis. Polar moment of inertia എന്ന് വെച്ചാൽ തേർഡ് ആക്സിസ് അല്ലെങ്കിൽ Z ആക്സിസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി നമ്മൾ ഡിനോട്ട് ചെയ്യണത് J വെച്ചിട്ടാണ്, ഓർ IZ വെച്ചും ഡിനോട്ട് ചെയ്യാം. ഫോർമുല IZ or J = IX + IY. പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ പോലെ തന്നെ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ യൂണിറ്റ് m/4 ആണ്. ഒരു സർക്കുലർ ഷാഫ്റ്റിൻ്റെ കേസിലാണെങ്കിൽ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കിട്ടുന്നത് π/32 × d⁻⁴ ആണ്, where d is the outer diameter of the circular shaft. ഒരു ഹോളോ സർക്കുലർ ഷാഫ്റ്റിൻ്റെ കേസിലാണ് നമുക്ക് കിട്ടുന്ന പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ π/32 × d⁻⁴ - small d⁻⁴, where capital D is the outer diameter while D is the inner diameter of the hollow circular shaft.